ഹായ്. ഇന്ന് അങ്കമാലിയിൽ അവാർഡ് നിശ്ചയായിരുന്നു. അത് ഫിലിം ഫെയർ അവാർഡ് നിശ്ചയം. മലയാളത്തിൽ നിന്ന് മികച്ച നടനായി ബ്രഹ്മവർ സിനിമയിലൂടെ മമ്മൂക്കയെ തെരഞ്ഞെടുത്തു. മമ്മൂക്കയാണ് മികച്ച നടൻ. 16ാമത്തെ ഫിലിം ഫെയർ അവാർഡാണ് മമ്മൂക്ക കിട്ടിയത്. പിന്നെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ് അടിക്കുന്ന മമ്മൂക്കയാണ്. മലയാളത്തിൽ ഇവർ പറയുന്നത് മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ ഫിലിം അവാർഡ് മേടിക്കുന്നത് മമ്മൂക്കാണ്. 16 പ്രാവശ്യമായി. 16 പ്രാവശ്യമാണ് മേടിച്ചത്. ഇത്തവണ മമ്മൂക്കോടൊപ്പം മത്സരിച്ച് തന്നെ എല്ലാ യൂത്തന്മാരാണ്. അത് നമുക്ക് സ്റ്റേജിൽ നിന്ന് അവാർഡ് മേടിച്ചതിന് ശേഷം അത് ബേസിലിനെയും മറ്റേ ആസിഫിനെയും സ്റ്റേജിലോട്ട് വിളിച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് പറയുന്ന വീഡിയോ ഇപ്പൊ കാണിച്ചില്ല. വീഡിയോ കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം. ഓക്കെ, കണ്ടില്ലേ? നമുക്ക് അവരെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് സംസാരിച്ച് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നമുക്ക് പറയുന്നുണ്ട്, എനിക്ക് എന്ത് ഭാഗ്യം കൊണ്ട് കിട്ടിയാണ്, പക്ഷെ അവരെന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ അഭിനയം മോശമല്ല, എന്റെ ഒപ്പം തന്നെ കട്ട് ചെയ്യുന്നവരാണ്, പക്ഷെ എന്തോ ഭാഗ്യത്തിൽ കിട്ടിയാന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് മമ്മൂക്ക, അതായത് മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ് മലയാളത്തിൽ മേടിച്ച മമ്മൂക്കാണ് 16 പ്രാവശ്യം. ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് മേടിച്ച മമ്മൂക്കാണ് 9 പ്രാവശ്യം. ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിച്ച മമ്മൂക്കാണ് 3 പ്രാവശ്യം. അപ്പൊ പറയാൻ ഓരോരുത്തർ കമന്റുകൾ ഇടുന്നുണ്ട്. ലാലേട്ടൻ 5 പ്രാവശ്യം കിട്ടുന്നു. ലാലേട്ടൻ 5 പ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ല, വെറും 2 പ്രാവശ്യം കിട്ടിയുള്ളൂ. ഒന്ന് വാനപ്രസ്ഥവും ഒന്ന് ഭരതവും. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ 3 പ്രാവശ്യം എന്ന് പറഞ്ഞ 3 പ്രാവശ്യം കുട്ടിയിലാറ്റതാണ്. അത് സ്പെഷ്യൽ ജൂറിയാണ്, അത് ഇതിനെ ഉൾപ്പെടുത്തുന്നില്ല. ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിച്ച അമിതാഭ് ബച്ചനാണ് 4 പ്രാവശ്യം. 2ാം സ്ഥാനത്ത് മമ്മൂക്കയും കമലഹാസനാണ് 3 പ്രാവശ്യം. ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ് അടിച്ച മമ്മൂക്കയാണ് 1ാം സ്ഥാനത്ത് 16 പ്രാവശ്യം. അപ്പൊ അവാർഡിൽ നിന്ന് നിങ്ങൾ മുട്ടാൻ നിൽക്കേണ്ട. മമ്മൂക്കയ്ക്ക് അഭിനയത്തിനോടുള്ള അഭിനിവേശം അടങ്ങാത്തൊരു അഭിനിവേശം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അവാർഡുകൾ കിട്ടുന്നത്. നല്ല സിനിമകൾ ചെയ്യുക, പേരെടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ യൂത്തന്മാരാണ് മത്സരിച്ചത്. നമുക്കോടൊപ്പം അഭിനയിച്ചു തുടങ്ങിയും അഭിനയിച്ച് വന്നവരും നമുക്ക് മുമ്പ് വന്നവരും ശേഷം വന്നവരും ഒന്നും സിനിമയിൽ ഇല്ല. പിന്നെ എങ്ങനെ അവാർഡിൽ മത്സരിക്കാൻ വരുന്നത്? എന്നിട്ട് ഈ ചിരഞ്ജീവിയും കമലഹാസൻ അവതാരനേക്കാളും പോലും രൈനാനേക്കാളും പോലും മത്സരത്തിൽ പോലും വരുന്നില്ല. ചെറുപ്പക്കാരെ മൊത്തം കുറെ വർഷമായിട്ട് മുമ്പ് കൂടെ മത്സരിക്കുന്നത്. ആരൊക്കെ വന്ന് മത്സരിച്ചാൽ ആരൊക്കെ ഏത് തലമുറകൾ വന്നാലും മത്സരത്തിൽ ഫൈനലിൽ മമ്മൂക്കയുണ്ട്. ഭാഗ്യമുണ്ട്, ഫൈനലിൽ കിട്ടുകയും ചെയ്യും. പക്ഷെ എന്തായാലും മത്സരത്തിൽ വരുന്നുണ്ടല്ലോ, അതൊരു സംഭവം തന്നെ, ജീനിയസ് തന്നെ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ മലയാള സിനിമ നിങ്ങൾ എടുത്തു നോക്കി, തുടക്ക സമയത്ത് ഈ നാഷണൽ അവാർഡ് മേടിച്ചതിൽ മലയാള സിനിമ തുടങ്ങിയ സമയത്ത് എടുത്തു നോക്കി, PJ ആന്റണി, ഭർഗോബി, ബാലഗംഗാധർ ഇവരൊക്കെ മേടിച്ച ശേഷം പിന്നെ 4ാമത്തെ നാഷണൽ അവാർഡ് മേടിക്കുന്നത് മമ്മൂക്കാണ്. മമ്മൂക്ക ഒരു ചെറുപ്പക്കാരാണ്, ഒരു സൂപ്പർ സ്റ്റാറാണ് മേടിക്കുമ്പോൾ. അങ്ങനെ അത്രയും പ്രായക്കുറവുള്ള ചെറുപ്പക്കാരൻ ഒരു സൂപ്പർ സ്റ്റാർ അന്ന് മേടിച്ചിട്ടില്ല നാഷണൽ അവാർഡ്. ആദ്യമായിട്ട് മേടിക്കുന്നത് മമ്മൂക്കാണ്. പക്ഷെ അത് മമ്മൂക്ക മുമ്പ് മേടിച്ച 3 പേരും ഒരു ഏജ് കഴിഞ്ഞവരാണ്. ചെറുപ്പക്കാരാണെങ്കിലും മമ്മൂക്കായിട്ട് ഏജ് ഉള്ളവരായിരുന്നു ആ അവാർഡ് മേടിക്കുമ്പോൾ. പിന്നെ അവർ സൂപ്പർ സ്റ്റാറും അല്ല. ആ ഒരു ഭാഗ്യം മമ്മൂക്ക ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഭാഗ്യം നമുക്കും ഉണ്ടായിട്ടുണ്ട് അത് കാണാനുള്ളത്. പിന്നെ ഇന്നലെ വന്ന് കണ്ടില്ലേ ആ ഒരു പരിപാടി, അത്ര ചെറുപ്പക്കാരെ വന്നു. ആരൊക്കെ വന്നെന്ന് പറഞ്ഞു. ആ മമ്മൂക്ക വന്നപ്പോ ആ ഫുൾ കറുപ്പൊക്കെ ഇടണോ വന്നപ്പോ ഹെയർ സ്റ്റൈലും ആ ലുക്സും ഒക്കെ കണ്ടില്ലേ, എന്തൊരു തലയെടുപ്പാ. അതാണ് തലയെടുപ്പ് എന്ന് പറയുന്നത്. അല്ലു അർജുനൊക്കെ വന്നിട്ടൊന്നും ഒന്നും അല്ല മമ്മൂക്കയുടെ മുന്നിൽ. അല്ലു അർജുന ആര് വന്നിട്ട് മമ്മൂക്കയുടെ മുന്നിൽ ഒന്നുമല്ല. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഭയങ്കര തലയെടുപ്പ്, പ്രത്യേക ഓറയാ, പ്രത്യേക ഒരു ഐശ്വര്യമൊക്കെ. അതാ ഒരു ഫീലിംഗ് ഒരു നടനെ ഇന്ത്യൻ സിനിമ ഞാൻ കണ്ടില്ല. എല്ലാ നടനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു നടനെ ഞാൻ കണ്ടില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല, ഒരു ഓറ വന്നിട്ടില്ല. അത് മമ്മൂക്കയെ മാത്രമേ എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടുള്ളൂ. അതൊരു പ്രത്യേക ഒരു ദൈവം സൃഷ്ടിച്ചുകൊണ്ട് പ്രത്യേക ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു പ്രത്യേക ഒരു തേജസ് തോന്നുന്നത്, കാണുമ്പോൾ ഒരു ഓറ വരും, ആ ഒരു പേഴ്സണാലിറ്റി തോന്നുന്നത്. അത് മമ്മൂക്ക തന്നെ വന്നപ്പോൾ തന്നെ അത് അവിടെ കത്തി. അതാണ് മമ്മൂക്ക. പോളി എന്ന് പറഞ്ഞാൽ പൊളി. എന്തായാലും 16ാമത് ഫിലിം ഫെയർ അവാർഡാണ് കിട്ടിയത്. മമ്മൂക്ക ഇനിയും അടുത്ത വർഷം മമ്മൂക്ക മത്സരിക്കുന്നുണ്ട്. കളങ്കാവലൊക്കെ വരാറുണ്ട്. ഓരോ വർഷം മത്സരിക്കുന്നുണ്ട്. മമ്മൂക്കോടൊപ്പം മത്സരിക്കുന്നതെല്ലാം ചെറുപ്പക്കാരാണ്. മമ്മൂക്കയുടെ പ്രായമുള്ളവരോ മമ്മൂക്കോടൊപ്പം അഭിനയിച്ചു തുടങ്ങിയവരോ ഒന്നും ഇല്ല മത്സരിക്കാൻ. ഔട്ടായി കിടക്കവരൊക്കെ എല്ലാം ചെറുപ്പക്കാരാണ് മത്സരിക്കുന്നത്. എങ്കിലും ചെറുപ്പക്കാർ മമ്മൂക്കോടൊപ്പം മത്സരിക്കാനുള്ള ഭാഗ്യം ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ, അതൊരു ഭാഗ്യമില്ല. പക്ഷെ മമ്മൂക്ക അവരെ കൂട്ടത്തിൽ നിർത്തുവാണ്. എൻ്റെ ഒപ്പം മത്സരിക്കുമ്പോൾ എൻ്റെ അത്രയും കഴിവാണ് അവർക്ക് ഉണ്ടെന്നാണ് മമ്മൂക്ക സ്റ്റേജിൽ പറയുന്നത്. അതാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ്റെ ഒരു മഹത്വം. എന്തായാലും ഇന്നലെ പൊളിച്ചടിക്കിടണം മമ്മൂക്ക. അവാർഡും മേടിച്ച് എല്ലാം നല്ല പ്രസംഗിച്ചും എല്ലാവരും കയ്യിലാക്കി. എല്ലാവരും സന്തോഷവാദനായിട്ടുണ്ട്. എല്ലാവരും നമുക്ക് അഭിമാനമാണ് മലയാള സിനിമയിൽ ഇങ്ങനൊരു നടൻ ഉണ്ടായത്.